നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിഴിഞ്ഞം വിഷയത്തിൽ ഒരു കത്തെഴുതിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവായ ഷോൺ ജോർജ്. വിഴിഞ്ഞം ഒരു ചെറിയ മീനല്ല എന്ന് താൻ വിശ്വസിക്കുന്നുണ്ട് എന്നും അതിന് കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, വിഴിഞ്ഞം ഒരു ചെറിയ മീനല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഞാനില്ല. ഒപ്പം അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നു. ആ ഫോട്ടോയും ചേർത്തിട്ടുണ്ട്. ഈ ഫോട്ടോ 2018 എടുത്തതാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ പിണറായി സർക്കാർ നിയമിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളെ കാണുന്ന ചിത്രവും കൂടി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. ആ പരാതി നൽകിയ വ്യക്തി എന്ന നിലയിൽ മാസങ്ങളോളം ആ കേസ് ഞാൻ പിന്തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ സംസ്ഥാനത്തിന് വന്ന നഷ്ടം എന്താണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും ഷോൺ ചൂണ്ടിക്കാട്ടുന്നു. 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച കരാറിനെതിരെ അന്ന് ശക്തമായി രംഗത്ത് വന്നതും അതിൽ വലിയ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചതും പിന്നീട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരുന്നു. തുടർന്ന് നടന്ന നടപടികളിലും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലും ഈ കരാർ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായി വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയും ഇടപെട്ടു. വിജിലൻസ് അന്വേഷണം വേണമെന്ന് കൊല്ലം സ്വദേശിയായ ഒരാൾ നൽകിയ ഹർജിയെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ഒഴിവാക്കി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് കോടതി നിലപാട് സ്വീകരിച്ചത്. പിന്നീട് ആ വിജിലൻസ് അന്വേഷണത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ഇന്ന് വരെ വ്യക്തതയില്ല. ഇതൊന്നും ഓർമ്മിപ്പിക്കാനല്ല ഞാനിപ്പോൾ എഴുതുന്നത്. നിലവിലെ പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC കേരളത്തിൽ വൻ നിക്ഷേപമായി എത്തുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് വിഴിഞ്ഞം തുറമുഖം ആഗോള ശ്രദ്ധ നേടുന്നതിന്റെയും കേരളത്തിന്റെ സാധ്യതകളുടെയും കൂടി തെളിവുമാണ്. എന്നാൽ 2015 കരാറിലെ ക്ലോസ് 5.3 വളരെ വ്യക്തമായി പറയുന്നത് അദാനി പോർട്ടിന്റെ ഓഹരികൾ ഒരാൾക്ക് കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഓഹരി കൈമാറ്റമോ ഇടപാടുകളോ സർക്കാർ അനുമതിക്ക് വിധേയമാണെന്നത് വ്യക്തവുമാണ്. ഞാൻ പറയുന്നത് ഈ ഇടപാട് അവസാനിപ്പിക്കണമെന്നല്ല. പക്ഷേ അദാനി പോർട്ട് സർക്കാർ അനുമതിക്കായി വരുമ്പോൾ 2015 ഉമ്മൻചാണ്ടി സർക്കാർ സംസ്ഥാന താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കാതെ ഒപ്പുവെച്ച കരാർ പുനഃപരിശോധിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. ആ കരാർ പ്രകാരം സംസ്ഥാനത്തിന് ഗണ്യമായ വരുമാനം ലഭിക്കുന്നത് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ പേരിൽ പദ്ധതി സാമ്പത്തികമായി പ്രായോഗികമല്ലെന്നും മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർത്തി കരാറിലെ പല വ്യവസ്ഥകളും ഏകപക്ഷീയമായി സ്വകാര്യ കമ്പനിക്ക് അനുകൂലമായ രീതിയിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. പദ്ധതി വിജയകരമാണെന്നും വൻ നിക്ഷേപങ്ങൾ എത്തുന്നുവെന്നും ഈ തുറമുഖം വലിയ ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ സർക്കാർ ഈ അവസരം ഉപയോഗപ്പെടുത്തി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ കരാർ പുതുക്കണം. സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനവും തുറമുഖ ലാഭത്തിൽ ന്യായമായ വിഹിതവും ഉറപ്പാക്കുന്ന പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കരാർ പുനഃസംഘടിപ്പിക്കണം. കേരള സർക്കാരിന് കൂടുതൽ സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന തരത്തിൽ പുതിയ കരാർ രൂപപ്പെടുത്താൻ കഴിയണം. ഇതാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവസരം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തി സംസ്ഥാന താല്പര്യങ്ങൾ മുൻനിർത്തി കരാർ പുതുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നുകൂടി ഷോൺ പറയുന്നു. അദാനി പോർട്ടിന്റെ 3 ഓഹരികൾ വാങ്ങാൻ തീരുമാനിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുമ്പും ഇത്തരം കമ്പനികളുടെ ഓഹരികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത്തവണയും അതേ വഴിയിലൂടെ തന്നെയായിരിക്കും ഇടപെടലെന്നും ഷോൺ വ്യക്തമാക്കുന്നു. തുറമുഖം, നിയമം, ധനകാര്യം എന്ന സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് നേരിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം സതുദ്ദേശപരമാണെങ്കിൽ അത് സ്വാഗതാർഹമാണെന്നും എന്നാൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ അനുഭവം മറക്കാതിരിക്കരുത് എന്നുമാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഷോൺ ജോർജിന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിതിരിയുമെന്നത് ഉറപ്പാണ്.